മുസ്ലിങ്ങളോട് എപ്പോഴും BJP സർക്കാർ ഒരു അകലം പാലിക്കുന്നു എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. പല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നവർ പലപ്പോഴും BJPയെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് അക്കാര്യങ്ങൾ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഒരു മുസ്ലിം രാഷ്ട്രത്തിലെ പ്രസിഡന്റ് ആയിരുന്നു മുഖ്യ അതിഥി എന്ന് പറയും. 4ാമത്തെ മുഖ്യ അതിഥി അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് ഒരു മുസ്ലിം രാജ്യവുമായി ഇന്ത്യ ഇത്രത്തോളം അടുക്കുന്നത്? ഇപ്പൊ UAE ഒക്കെ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് എങ്കിൽ പോലും ഇന്തോനേഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായുള്ള ഇന്ത്യയുടെ ബന്ധം, ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു വോട്ട് ബാങ്ക് എന്നതിനപ്പുറം, ഇപ്പൊ അവര് വോട്ട് ബാങ്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഒരു പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ വലിയ സഹകരണം നടത്തുന്നു എന്ന് കാണിക്കുന്നതാണോ? അല്ല, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, ആരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല എന്നുള്ള ഒരു സന്ദേശമാണോ നൽകുന്നത്? ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് തന്നെയാണ്. ഒരു രാഷ്ട്രത്തിന് മറ്റ് രാഷ്ട്രങ്ങളോട് സ്വീകരിക്കാവുന്ന നയങ്ങളുണ്ട്. അനുകൂലമായ നയങ്ങളുണ്ട്, പ്രതികൂലമായിട്ടുള്ള നയങ്ങളുണ്ട്. ഒരു തരത്തിലും അടുക്കുകയോ അകലുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഒരു അനന്യതയുടെ രീതികളും സ്വീകരിക്കാറുണ്ട്. ഇതെല്ലാം സ്വീകരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും പുരോഗതിയുടെയും അടിത്തറയിലാണ്. എങ്ങനെ ആരുമായി ബന്ധം സ്ഥാപിച്ചാൽ ചിലപ്പോൾ വാണിജ്യപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും, ചില രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയാൽ. ചിലപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും, ചില രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയാൽ. അപ്പോൾ ആയുധവും അതേപോലെ തന്നെ സാമ്പത്തികവും വലിയ തോതിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രാഷ്ട്രത്തിൻ്റെ വിദേശ ബന്ധങ്ങൾക്കും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ പൊതുവെ എടുത്തിരുന്ന ഒരു നയം എന്ന് പറയുന്നത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോയിരുന്നു. അതിന് കാരണം അന്ന് നിലനിന്നിരുന്ന ലോകം എന്ന് പറയുന്നത് 2 ശാക്തീയ ചേരികളുടെ, 2 പവർ ബ്ലോക്കുകളുടേതായിട്ട് വേർതിരിഞ്ഞ ലോകമായിരുന്നു. അപ്പോൾ ഈ 2 ശാക്തീയ ചേരികളോടും എന്നുവെച്ചാൽ അമേരിക്കൻ ചേരിയോടും സോവിയറ്റ് ചേരിയോടും തങ്ങൾക്ക് അടുപ്പമില്ല, അകൽച്ചയില്ല. അതാണ് ചേരിചേരാ നയം എന്ന നിലക്ക് അന്ന് നമ്മൾ സ്വീകരിച്ചിരുന്ന നയം. അത് തുടർന്ന് പിന്നീട് ഈ ചേരിചേരാ നയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം എന്താണ്? ചേരികളില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒഴികെ ഉള്ള രാഷ്ട്രങ്ങളെല്ലാം പല രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുന്നു. ആ രാഷ്ട്രങ്ങളിൽ എന്തിനോട് അടുത്താൽ തങ്ങൾക്ക് ഗുണമുണ്ടാവും എന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിദേശകാര്യ നയം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ BJP RSS അത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം. അങ്ങനെയാണ് അവരുടെ പോളിസികൾ എന്നുള്ളതും ശരിയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ അത് ഇന്ത്യക്കകത്തുള്ള ഒരു രാഷ്ട്രീയമാണ്. എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്. ഈ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് അല്ല എക്സ്റ്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വിദേശകാര്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് രാഷ്ട്രത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞാൽ മുഴുവൻ രാഷ്ട്രങ്ങളെയും ഒഴിവാക്കി നിർത്താൻ നമുക്ക് പറ്റില്ല. ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റില്ല. UAE-യുമായി നല്ല ബന്ധങ്ങൾ, അതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇന്നത്തെ വ്യവസ്ഥ ഒരു ഗ്ലോബൽ ഫ്രെയിം വർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കേണ്ടത്. ആഗോളമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ചട്ടക്കൂടിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം, IMF അല്ലേ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത്, വേൾഡ് ബാങ്ക്, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉള്ള ഇടപെടലുകൾക്കൊക്കെ നമുക്ക് മതം അതേപോലെ തന്നെ രാഷ്ട്രീയം അതൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല. എല്ലായിടത്തും കയറി ഇടപെടാനായിട്ട് പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി പാകപ്പെടുത്തിയെടുത്താൽ മാത്രമാണ് രാഷ്ട്ര നിലയ്ക്ക് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്തോനേഷ്യയെ നമ്മൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ അത് മുസ്ലിം രാഷ്ട്രമാണ് എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല ഒരു കാലത്ത് ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്തൊരു ഭരണം കൂടിയാണ് ആ ഭരണകൂടം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അതൊന്നും നമ്മൾ രാഷ്ട്രബന്ധങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട കാര്യമില്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രവുമായി നമ്മളൊരു ബന്ധം ഉണ്ടാക്കിയാൽ എന്ത് ഗുണമാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്നത് അത് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം രാഷ്ട്രത്തലവനാണോ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു രാഷ്ട്രത്തലവനാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു
എന്നേ നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. അത് ഇൻറ്റേർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇല്ല. ഇപ്പോൾ എക്സ്റ്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ എന്താണ് മതത്തെ കേന്ദ്രീകരിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു രാജ്യമാണ്, നമുക്ക് ഗുണമില്ലാത്തൊരു രാജ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ചേർക്കും, അത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഒരു വ്യത്യസ്തനായ ഇമേജ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ആരുമായും വഴക്കോ ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്തു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല നിരവധി ഈ നല്ല ബന്ധങ്ങൾ, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇദ്ദേഹത്തിന് ഈ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രബോവോ സുബിയാന്തോ. അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. ചൈനയുമായി നല്ല അടുപ്പമുണ്ട്. മാത്രമല്ല 1998 സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് മുൻപ് 3 സ്റ്റാർ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു ഇദ്ദേഹം. പപ്പുവയിലും ഈസ്റ്റ് ടിമോറിലും വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയതിലും അവിടെ നടന്ന അവകാശ ലംഘനങ്ങളിലും പങ്കുണ്ട് എന്ന് ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നു. 2024 സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ജോക്കോ വിദോദോ അദ്ദേഹത്തിന് 4 സ്റ്റാർ ജനറൽ പദവി നൽകിയിരുന്നു. ഈ ദക്ഷിണ ചൈന കടൽ പ്രശ്നത്തിൽ ചൈനയ്ക്കൊപ്പമെന്ന സൂചനയാണ് ഇദ്ദേഹം നൽകിയത്. 2024 സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച ഇന്തോനേഷ്യ ചൈന പ്രസ്താവനയാണ് ഈ സംശയം ജനിപ്പിച്ചത്. പിന്നീട് ഇന്തോനേഷ്യ ഈ പ്രസ്താവനയിൽ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിനെ സാറെന്ന് വിളിച്ചും ചൈനയ്ക്ക് പിന്തുണ നൽകി ഞെട്ടിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മോദി ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ വ്യാപാരമായി ഉള്ള ഒരു ബന്ധം മാത്രമായിരിക്കുമോ? അല്ല, വ്യാപാര ബന്ധങ്ങൾ മാത്രമല്ല. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപാര ബന്ധങ്ങൾ കൊണ്ട് മാത്രമല്ല അത് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ അതിൻ്റെ അഭിമാന സ്തംഭം ഉയർത്തുന്നത്. വ്യാപാര ബന്ധങ്ങൾ, സാംസ്കാരിക ബന്ധങ്ങൾ, അതേപോലെ മറ്റ് ഇപ്പോൾ ആയുധപരമായിട്ടുള്ള ഇടപാടുകളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളിലൊക്കെ തന്നെ ഇന്തോനേഷ്യയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കെന്ത് ഗുണം കിട്ടും എന്ന ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ടീമുകൾ പരിശോധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റൊരു ഗുണം കൂടി ഇൻറ്റേർണൽ പൊളിറ്റിക്സിനകത്ത് ഉണ്ടാക്കാൻ കഴിയും. എന്താണത്? ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ തങ്ങളുടെ സമ്പൂർണ്ണമായിട്ട് മുസ്ലിം വിരുദ്ധ രാഷ്ട്രമാണ് എന്നുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. മുസ്ലിങ്ങൾ ഞങ്ങളുടെ സുഹൃത്താണ്, മുസ്ലിം രാഷ്ട്രങ്ങളുടെ സുഹൃത്താണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രം. അത് ഇന്ത്യയുടെ സുഹൃത്താണ് എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ചൈനയുമായിട്ട് അടുപ്പമുള്ള ഒരു രാഷ്ട്രം. നമ്മളിപ്പോൾ ഈ ചൈനയുമായിട്ട് ഇടക്കിടക്ക് അതിർത്തികളിൽ തല്ലുപിടുത്തവും മാന്തലൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ആത്യന്തികമായിട്ട് ഇന്ത്യയും ചൈനയും പല കാര്യങ്ങളിലും സഹകരിക്കുകയും മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ചൈനയെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഗുണമുണ്ടാകുന്നു. കാരണം വെച്ചാൽ നമ്മളുടെ പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ മിക്കവാറും ചൈനയിൽ നിന്നാണ് നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടരേണ്ടത് ആവശ്യമാണ് നമ്മളുടെ വ്യവസായത്തിനും വളർച്ചയ്ക്കും വികസനത്തിനും. ഇത് അമേരിക്കയുടെയും അതേപോലെ തന്നെ റഷ്യയുടെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഇന്തോനേഷ്യയുടെയും ഒക്കെ സഹായം ഇത്തരത്തിൽ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. അതൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ മോദി 3ാമത് അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രഖ്യാപിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ 3ാം ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്നാണ് പറഞ്ഞത്. 1ഉം 2ഉം ശക്തികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയും ചൈനയുമാണ്. അപ്പോൾ ഈ 1ഉം 2ഉം ശക്തികളോട് തല്ലുപിടിച്ചിട്ടല്ല ഇനി പുതിയ കാലത്ത് എന്ത് ചെയ്യേണ്ടത്, 3ാം ശക്തിയായിട്ട് വളരേണ്ടത്. അവരോടൊപ്പം അവരുടെയും കൂടി സഹായങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ട് 3ാം ശക്തിയായിട്ട് മാറുക എന്ന് പറയും. ലോകത്തിൻ്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തിയായിട്ട് എങ്ങനെ മാറിത്തീരാനായിട്ട് പറ്റും? നമ്മൾ എന്തിനാണ് ഈ നമ്മളുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം പരിഷ്കരിക്കുകയും പുതുക്കുകയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആ മേഖലയിൽ നമുക്ക് കുതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയർ പവർ എന്ന നിലയ്ക്ക് നമ്മളൊരു പവറാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മളൊരു പവറാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത് അമേരിക്കയെ 1ാമതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ ആളുകളെ ഞെട്ടിച്ചാണ്. എന്താണ്, കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ 51ാം സംസ്ഥാനമായിട്ട് ഞാൻ ഉടനെ ഉടച്ചു വാർത്തെടുക്കും എന്ന് പ്രഖ്യാപിച്ചു. പനാമ കനാൽ എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ ആക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മെക്സിക്കോ ഉൾക്കടൽ എന്ന് പറയുന്നത് ഇനി അമേരിക്കൻ ഉൾക്കടലാണ് എന്ന് വെച്ചാൽ ഒക്കെ അമേരിക്കയുടെ ആക്കി അമേരിക്ക 1ാമതാകുന്നു എന്നാണ്. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ മേധാവിത്വം സ്ഥാപിച്ച് ലോക വ്യവഹാരത്തിൽ ഒരു വേൾഡ് എക്കണോമി എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് തങ്ങൾക്ക് കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പാർട്ടാണ്, അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്
ഇന്തോനേഷ്യയിലെ നേതാവിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.